ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഇന്നൊരു സർപ്രൈസ് വ്ളോഗാണ് കേട്ടോ. സർപ്രൈസൊക്കെ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ അത് എത്രത്തോളം സക്സസ് ആവും എന്നുള്ളത് അറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കസിൻസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മിക്ക ദിവസവും ഇങ്ങനെ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ഞങ്ങളിങ്ങനെ കൂടാറുണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇന്ന് സ്പൈഡർമാൻ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നാളെയാണെങ്കിൽ കണ്ണൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയും പ്ലാൻ ചെയ്തൊരു കേക്ക് കട്ടിങ്ങൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് സിനിമ കഴിഞ്ഞ് വന്നിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവൻ അറിയേയില്ല കേട്ടോ. ഞങ്ങൾക്കൊക്കെ അവൻ്റെ എന്താണ് ഡേറ്റ് ഓഫ് ബർത്ത് അറിയുന്നുള്ളത് പോലും അവന് ഓർമ്മയില്ല. കാരണം അവനാണെങ്കിൽ പിന്നെ ഇഷ്ടമല്ല, ഇങ്ങനെ വിഷ് ചെയ്യണത് പോലും ഇഷ്ടമല്ല, സർപ്രൈസ് ഇഷ്ടമല്ല, ഗിഫ്റ്റ് ഇഷ്ടമല്ല, അങ്ങനെയൊന്നും ഇഷ്ടമല്ല കേട്ടോ അവന്. അപ്പോൾ ഞാൻ എന്തായാലും ഇതുവരെ ആണെങ്കിൽ കണ്ണൻ്റെ ബർത്ത്ഡേക്ക് ഇങ്ങനെ കേക്ക് കട്ടിങ് ഒന്നും അങ്ങനെ എൻ്റെ മിക്കപ്പോഴും ഞാൻ തന്നെ പറഞ്ഞു കേട്ട് ഇങ്ങനെ വാങ്ങിക്കാറുണ്ടെങ്കിൽ അവൻ്റെ അങ്ങനെ ഉണ്ടാവാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും സർപ്രൈസായിട്ട് കേക്കും കട്ട് ചെയ്യുക. പിന്നെ ഒരു സർപ്രൈസ് ഉള്ളതെന്ന് വെച്ചാൽ ഞങ്ങളൊരു പരീക്ഷണം കേട്ടോ, ഒരു എക്സ്പീരിമെൻറ്റ് കൂടിയാണ്. ഞാനൊരു സിനിമ കാണാൻ പോയപ്പോൾ നമ്മുടെ സിനിമ തിയേറ്ററിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വിഷസൊക്കെ കാണിക്കില്ലേ, അതും നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എന്താവും എന്ന് പറഞ്ഞൂടെ, കാരണം ഞങ്ങളത് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാൻ വേണ്ടി വെറുതെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പേയ്മെൻറ്റ് ചെയ്ത് പോയി, അത്രേ ഉള്ളൂ. അതുകൊണ്ട് അതെന്താണെന്ന് അറിഞ്ഞൂടാ. പക്ഷെ നമുക്ക് സിനിമ കഴിഞ്ഞ് വന്നിട്ട് നമ്മളൊരു കേക്ക് കട്ടിങ് അത് മാത്രമേ ഉള്ളൂ കേട്ടോ പരിപാടി. അങ്ങനെ ഒരു പരിപാടിയും കൂടി സെറ്റ് ചെയ്ത് അപ്പോൾ അവൻ എത്രത്തോളം സർപ്രൈസ് ആവുമെന്ന് നോക്കാം എന്തായാലും. പിന്നെ ഗിഫ്റ്റൊക്കെ ഞാൻ വാങ്ങിക്കുന്നുണ്ട്, അത് വേറൊരു ദിവസം പോയി അങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കാൻ വെച്ച്. കാരണം എനിക്കിങ്ങനെ സർപ്രൈസ് ആയിട്ട് വാങ്ങിച്ചു കൊടുത്താൽ ചിലപ്പോൾ അവന് ഇഷ്ടമാവില്ല. അപ്പോൾ അവന് ഇഷ്ടമുള്ളത് വാങ്ങിച്ചു കൊടുക്കാൻ വെച്ചിട്ട് ഗിഫ്റ്റൊന്നും ഇന്ന് കൊടുക്കണില്ല കേട്ടോ. അവൻ ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ക്ലൂ കിട്ടിയോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. പക്ഷേ ഇതിന് എനിക്ക് കുറച്ച് പേർക്ക് മാത്രമേ അറിയുള്ളൂ. ഞാൻ എന്തായാലും എല്ലാവരോടും കൂടിയും പറയും, എന്നാൽ മാത്രമേ അവനെ നമുക്ക് ഉദ്ദേശിച്ച സമയത്ത് ഉദ്ദേശിച്ച സ്ഥലത്ത് കിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാവരുടെ അടുത്തും പറഞ്ഞു വെക്കോട്ടെ. ഇപ്പം ആണെങ്കിൽ എല്ലാവരും റെഡി ആയിരിക്കണം സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് 9 മണിക്ക് നൈറ്റ് 9 മണിക്കിന് സിനിമ വരുന്നത്. പക്ഷേ എല്ലാവരും വന്നിട്ടുണ്ട്, ഇപ്പോൾ ഗോകുലും കൂടി വരാനുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ റെഡി ആയിട്ട് എല്ലാവരും കൂടി ഇറങ്ങും, പുറത്ത് പോകും, കുറച്ച് നേരം ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് എന്തായാലും സിനിമയ്ക്ക് കയറും. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മളുടെ ഒരു സ്പെഷ്യൽ വ്ളോഗ്. എന്താണ് ഒരു സർപ്രൈസ് വ്ളോഗാണ്. അത് സക്സസ് ആവില്ല എന്നുള്ളത് ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും അറിയാം കേട്ടോ. അപ്പം പിന്നെ എന്തായാലും എനിക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം കേട്ടോ. എല്ലാവരും വന്നിട്ടുണ്ട്. ദ്രോണ വീട്ടിലാണ്, അവളെ പോയി എടുക്കണം. കേക്ക് ഞാൻ ദ്രോണയുടെ അടുത്താണ് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി അവിടെ നിന്ന് കുമ്പിട്ടെടുത്തുണ്ടെന്നോളൂ ഇങ്ങോട്ട്. അങ്ങനെ അതൊക്കെ അവൾ സെറ്റ് ചെയ്തോളും. അപ്പോൾ കണ്ണൻ അറിഞ്ഞുകൂടാട്ടോ കേക്കൊന്ന് വാങ്ങണം. അതൊക്കെ ഞങ്ങൾ ഭയങ്കര രഹസ്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ വല്ല കോളൊക്കെ വന്നാൽ ചിലപ്പോൾ അവൻ ഡൗട്ട് അടിക്കും. അപ്പോൾ എന്തായാലും സിനിമയ്ക്ക് പോയി ആ സർപ്രൈസ് എന്താവും എന്നുള്ളത് നോക്കട്ടെ. ഇനി ഞങ്ങൾ സർപ്രൈസ് ആവുമെന്ന് അറിയില്ല, അത് ചീറ്റി പോകുമെന്ന് അറിഞ്ഞൂടാ കേട്ടോ. എന്തായാലും അത് നമുക്ക് ആദ്യം നോക്കണം. ഇപ്പം എന്തായാലും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇറങ്ങട്ടെ കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഞാനിങ്ങനെ ഓരോരുത്തരോടായിട്ട് ഇന്നത്തെ സർപ്രൈസിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. തോറ്റവൻ പക്ഷെ അതറിഞ്ഞൂടാ. നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങള് അവൻ അവിടെ പിടിച്ചു നിർത്തണം. ഇന്റർവെല്ലിന് ലാസ്റ്റ് അല്ല, നടുക്ക് ഉച്ചക്ക്. ഇന്റർവെല്ലിനാണ് അത് വരാറ് സാധാരണ. അതിന്റെ ആഡ് കാണാറ് തിയേറ്ററിലേ. അമ്മനോടും മേമനോടും സെയിം കാര്യം തന്നെയാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ഞാൻ ആരോടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇന്നാണ് ഞാൻ കുറേ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കാര്യം. അണ്ണൻ വന്നപ്പോഴേക്കും ഞങ്ങൾ ടോപ്പിക്കൊക്കെ ചേഞ്ച് ചെയ്തിട്ട്, ബിക്കോസ് ഇതൊരു സർപ്രൈസ് ആണല്ലോ, അവൻ അറിയരുതെന്നുണ്ടായിരുന്നു ഒട്ടും. ഒരു തരി ക്ലൂ പോലും കൊടുക്കരുതെന്നുണ്ടായിരുന്നേ. ഞങ്ങൾ പയ്യനെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ പോണ ദ്രോണനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗൂഗിൾ നേരിട്ട് കൊടുങ്ങല്ലൂർക്ക് വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാറിൽ എല്ലാവരും കൂടി കൊള്ളാത്തതുകൊണ്ട് താമരയും നിച്ചപ്പനും കോട്ടൊക്കെ ഇട്ട് മഴ ഉണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് 2 വീലറിനാണ് വരുന്നത്. അപ്പോൾ ദ്രോണയുടെ വീട്ടിൽ പോയപ്പോഴാണെങ്കിൽ അടിപൊളി അമ്പഴങ്ങ കുപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും കഴിച്ച് അവിടെ കുറേ നേരം എല്ലാവരും കൂടി സംസാരിച്ചിരുന്നു കേട്ടോ. കാരണം ഗൂഗിൾ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഗൂഗിൾ നേരെ കൊടുങ്ങല്ലൂർക്ക് വരാമെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ എന്തായാലും അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു. നേരെ അൽറിമിലേക്ക് പോയി. അവൻ അങ്ങോട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഗൈസ്, ഞങ്ങൾ മന്തി കഴിക്കാം. എല്ലാവരും ഒന്നും വന്നില്ല കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിശക്കുന്നവർ മാത്രം നീ കുടിക്കണോ? അങ്ങനെ നമ്മളുടെ ഫിലിമിൻ്റെ ഏകദേശം ടൈമായപ്പോൾ നമ്മൾ തിയേറ്ററിലേക്ക് വിട്ടു കേട്ടോ. കണ്ണം വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ എപ്പോഴാണ് നമ്മളെ വിഷസ് ഷോ ചെയ്യാന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ വേഗം തന്നെ ടിക്കറ്റൊക്കെ എടുത്തു. ഞങ്ങളുടെ പോപ്കോൺ വാങ്ങാൻ വേണ്ടി നിൽക്കാണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഉള്ളപ്പോൾ ഇങ്ങനെ കുറേ പോപ്കോണൊക്കെ വാങ്ങിക്കാറുണ്ട്. കുഴപ്പമില്ല, പിടിച്ചോട്ടെ.
സിനിമ 3D ആയതുകൊണ്ട് തന്നെ അരുൺ വേഗം പോയിട്ട് അവൻ്റെ ഗ്ലാസ്സൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെല്ലാവരും കൂടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇവരിവിടെ പോകുമ്പോഴുണ്ടല്ലോ ഞങ്ങൾ ആദ്യത്തെ 5 മിനിറ്റ് എപ്പോഴും മിസ്സാക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് എന്തോ എല്ലാവരും കൂടി ഒരുമിച്ച് എത്തിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ ഒരു സിനിമ കാണുന്നേക്കാളും കൂടുതലായി ഒരു വിഷസ് എഴുതി കാണിക്കണതും കണ്ണൻ അതിൽ സർപ്രൈസ് ആവണം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ നമ്മളെ സിനിമ തുടങ്ങിയപ്പോൾ ഞാൻ അപ്പം തൊട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഇൻ്റർവെൽ ആയാൽ മതി എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നേ. അങ്ങനെ സിനിമ അങ്ങനെ ഫുള്ള് കണ്ടൊന്നുമില്ല. അങ്ങനെ ഇൻ്റർവെൽ ആയപ്പോൾ ഞങ്ങൾ വിഷസിന് വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോഴേക്കും കണ്ണൻ വാഷ്റൂമിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് മിസ്സായി പോകുമെന്ന് വിചാരിച്ച് നമ്മുടെ ഫസ്റ്റത്തെ സർപ്രൈസ് സക്സസ് ആയിരുന്നു കേട്ടോ. അവൻ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയി പോയി. കാരണം അവൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഡേറ്റ് പോലും അറിയാന്നുള്ളത് അവൻ അറിയില്ലായിരുന്നു. ഞങ്ങൾ എന്തായാലും കാത്തിരുന്നൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും ഐസ്ക്രീം വാങ്ങാൻ ചോദിച്ചു. കാരണം ഇൻ്റർവെൽ ഞങ്ങൾ ഇറങ്ങാണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ഉള്ള ഐസ്ക്രീം വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ പയ്യനൊക്കെയാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. ഈ ഇവിടെ നിന്ന് ഇറങ്ങി എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതി അടുത്ത സർപ്രൈസിനെന്നുള്ളതാണ് കേട്ടോ പിന്നെ ആലോചിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ സിനിമയും കഴിഞ്ഞ് അതിൻ്റെ ബാക്കിയുള്ള എൻഡും കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നേ. സത്യം പറഞ്ഞാലേ ഞാൻ ഈ ഒരു സിനിമ ഒരു തരി പോലും കണ്ടിട്ടില്ല കേട്ടോ. കാരണം ആദ്യം വന്നപ്പോൾ തൊട്ട് ഞാൻ ആ വിശ്വസിക്കാനുള്ള എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. പിന്നെ അതിൻ്റെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴാണെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതി എന്ന് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് കണ്ട് കുറേ ഫോട്ടോസും വെറുതെ ഇരുന്ന് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ പോണ വഴിയിലാണ് നമുക്ക് രണ്ടാമത്തെ ഒരു സർപ്രൈസ് വന്നിട്ട്. കണ്ണൻ്റെ ഫ്രണ്ട് കാതിർക്ക് നമ്മളെ റൂട്ടിൽ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അവനെ അവിടം വരെ എത്തിക്കാനുള്ള ഒരു പാട് ഭയങ്കര വലുതായിരുന്നു കേട്ടോ. കാരണം കുറേ നോടകളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ആ റോട്ടിൽ കൂടെ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സർപ്രൈസ് ആയിട്ട് കാതിർക്കിനെ അവൻ മീറ്റ് ചെയ്ത്. അതും അവനൊരു വലിയ സർപ്രൈസ് ആയിരുന്നേ. ഞങ്ങൾ നീച്ചുവിൻ്റെ വണ്ടി കേടായി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അവിടെ വണ്ടി സൈഡാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ശരിക്കും വിചാരിച്ചത് വണ്ടി കേടായി എന്ന് തന്നെയായിരുന്നേ. പിന്നെയാണ് അവന് മനസ്സിലായി ഞങ്ങൾ ഇവിടം വരെ എത്തിക്കാനായിട്ട് നുണ പറഞ്ഞാണ്. അപ്പൊ ഇനി നമ്മളെ തേർഡ് സർപ്രൈസിന് വേണ്ടി നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോണത്. ഇവിടെ കുറേ നേരമായിട്ട് നമ്മളെ കേക്കൊക്കെ സെറ്റാക്കി വെച്ചിട്ട് കുമ്പിടി ഒളിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നു അവളുള്ള കാര്യം കണ്ണൻ അറിഞ്ഞൂടെ. അപ്പോൾ അതൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അവൾ കത്തിയും കൊണ്ട് റൂമിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. അവളാണിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. അപ്പോൾ കണ്ണനാണെങ്കിൽ ഉള്ളിൽ കയറിയിട്ടാണെങ്കിൽ അതൊന്നും കണ്ടിട്ടുണ്ടായില്ല. എല്ലാവരും കൂടി അകത്തേക്ക് ഒരുമിച്ച് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നേ. പിന്നെ സർപ്രൈസ് ആയാ കത്തി വേണ്ടേ? കത്തി കത്തിയെടുക്കട്ടെ? നാല് സർപ്രൈസ്. കണ്ണൻ പറഞ്ഞ പോലെ തന്നെ അവൻ ഇത്രയും സർപ്രൈസ് ആകുന്നത് ഞാൻ ആദ്യമായിട്ടുണ്ട് കാരണം. അപ്പം ഇന്ന് ടോട്ടലി 4 സർപ്രൈസൊക്കെ അവന് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പം എന്തായാലും നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛനമ്മ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അച്ഛനമ്മനെയൊക്കെ വിളിച്ചു കൊണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കേക്ക് കട്ടിങ് ഇന്ന് ഉറങ്ങിയിരുന്നൊക്കെ പറഞ്ഞിരുത്തി. പോലെ എല്ലാ സർപ്രൈസുകളും കഴിഞ്ഞു. നമ്മളെ കേക്ക് കട്ടിയും കഴിഞ്ഞു, അതിൻ്റെ ഷെയറിങ്ങും കഴിഞ്ഞു. നമ്മളെല്ലാവരും കൂടിയും കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കഴിച്ചിട്ട് മതിയാവണുണ്ടായിരുന്നില്ല, കാരണം അത്ര ടേസ്റ്റ് ആയിരുന്നു. എന്ത് ചോക്ലേറ്റ് ട്രഫിളോ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ ഫ്ലേവർ. നമ്മുടെ കൊടുങ്ങല്ലൂർ ആപ്പിളിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നോ. എന്താണ് പറയാനുള്ളത്? ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ.
പഴന്തമിഴ് പാട്ടിഴയും അഭിനയിക്ക് ചെറിയൊരു തമ്പുരു തേങ്ങി ടുൺ 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 ടൺ 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 ടൺ. വെറുതെ നിലവറമൈ നമയങ്ങി മണി സരസ് ഭയങ്കര സുഖം. ആയാ ഫുൾ സർപ്രൈസ് ഇന്ന് ഫുൾ സർപ്രൈസ് ഞെട്ടിപ്പോയി. നമ്മളെ സർപ്രൈസ് ഒക്കെ എല്ലാം കഴിഞ്ഞ് എല്ലാം അടിപൊളിയായിട്ട് തന്നെ അവൻ സർപ്രൈസ് ആയിട്ടാണ്. അവന് ഞങ്ങൾ പ്ലാൻ ചെയ്തതല്ലാണ്ട് വീണ്ടും 2-3 സർപ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു അവൻ ആദ്യമായിട്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു സർപ്രൈസ് കിട്ടണത് കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. ഇനിയപ്പോൾ നമുക്ക് അടുത്ത ഒരു വ്ളോഗായിട്ട് കാണാം.